ഇതിൻ്റെ കൂടെ ലെഗിങ്സും സ്ട്രെയിറ്റ് പാൻസും അല്ലാതെ വേറെ എന്തൊക്കെ കമ്പൈൻ ചെയ്തെടുക്കാം? ആദ്യത്തെ ഓപ്ഷൻ നമുക്കൊക്കെ അറിയാവുന്ന ഷറാറ പാൻസ് ആണ്. കുറച്ചധികം മെറ്റീരിയൽ ആവശ്യമുള്ള ഒരു ബോട്ടം വെയർ ആണ്. നമുക്ക് കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം. ഇനി ഷറാറ പാൻസ് പോലെ ഫ്ലെയർ വേണ്ട എന്നുണ്ടെങ്കിൽ പെലാസോ പാൻസും ഓപ്റ്റ് ചെയ്തെടുക്കാം. പെലാസോയും ഷറാറ പാൻസ് ഒക്കെ നമുക്ക് ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കുർത്തിക്കും ആസ് വെൽ ആസ് ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തീസിനും യൂസ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ ക്ലോത്ത്സ് പാൻസ്, അതായത് വൈഡ് ലെഗ് ആയിട്ടുള്ള ക്രോപ്ഡ് പാൻസിനെയാണ് നമ്മൾ ഈ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. ഒരു മിഡ് കാഫ് ലെങ്ത് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഇതിന്റെ നീളം തീരും. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ബ്രീസി ആയിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള പക്ഷെ എന്നാലും സ്റ്റിൽ പുട്ട് ടുഗെദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പാൻറ് ചൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് നമ്മുടെ ബോട്ടം വെയറിൽ കുറച്ച് ഡ്രാമയൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ധോത്തി പാൻസ്, അഫ്ഗാനി പാൻസ് ആൻഡ് ഓൾസോ പട്ടിയാല പാൻസ്. ഇത് കൂടാതെ തന്നെ കുറേ പാൻസിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് പാൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കതിനെ സിഗരറ്റ് പാൻസ് ആയിട്ടും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാം. ഒരു കുർത്തീനെ തന്നെ പല പല ബോട്ടം വെയർസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടോട്ടൽ നമുക്കൊരു പുതിയ ലുക്ക് ക്രിയേറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നും. നെക്സ്റ്റ് ടൈം കുർത്തി സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് പാൻസ് അല്ലെങ്കിൽ ലെഗിങ്സ് ഓപ്റ്റ് ചെയ്യാതെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ മനസ്സിൽ വെച്ചോളൂ.